കൂട്ടുകാരെ, അപ്പൊ നമുക്കിന്ന് സാമ്പിൾ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഹോൾസെയിൽ ലൂസ് സെയിൽ ബിസിനസ്സിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സാമ്പിൾ പാക്കറ്റ് കിട്ടുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ഏതൊരു ബ്രാൻഡ് എടുത്ത് നമ്മൾ ബിസിനസ് ചെയ്യുന്നതിന് മുമ്പും ഇതുപോലുള്ള സാമ്പിൾ പാക്കറ്റുകളാണ് നമുക്ക് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളും എത്രത്തോളം റേറ്റ് കാര്യങ്ങള് ഭാവിയിലേക്ക് നമുക്ക് ഇത് എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ളതെല്ലാം നമുക്ക് അനുഭവപ്പെടുന്നതും അറിയാൻ പറ്റുന്നതൊക്കെ ഇതുപോലുള്ള സാമ്പിൾ പാക്കറ്റുകൾ ലഭിക്കുമ്പോഴാണ്. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ എന്റെ പ്രേക്ഷകർ എന്റെ കുടുംബാംഗങ്ങളുടെ മുൻപാകെ ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്നുള്ളൊരു താല്പര്യത്തിൽ ഞാനത് തുറന്ന് നോക്കിയിട്ടൊന്നുമില്ല. അപ്പൊ ഒരുപാട് സാമ്പിളുകൾ കാര്യങ്ങൾ കാണും. കാരണം ഈ ഓണക്കാലഘട്ടത്തിനകത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല നല്ല ബ്രാൻഡുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് ആയിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും വിൽപ്പന ചെയ്യുന്നത്, അല്ലെ? നല്ല നല്ല ബ്രാൻഡുകൾ, നല്ല ക്വാളിറ്റി, നല്ല ഗ്രേഡ്, നല്ല കടുപ്പൊക്കെ കിട്ടുന്ന ബ്രാൻഡുകൾ എടുത്തിട്ടായിരിക്കും നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് ആയിട്ട് തയ്യാറാക്കി വിടുന്നത്. അപ്പോ നമുക്ക് ഇതുപോലുള്ള സാമ്പിൾ പാക്കറ്റുകളിൽ നിന്നാണ് ആ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിലേക്ക് അത് ഓർഡർ കൊടുക്കാനായിട്ട് സാധിക്കുന്നതും. കേരളത്തിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ഈ ജില്ലകളിൽ ഏതൊക്കെ ഹോൾസെയിൽ ഷോപ്പുകളിലാണ് നമ്മൾക്ക് ഇതിനകത്തുള്ള സാമ്പിളുകൾ, അതായത് ഈ ബ്രാൻഡുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അവിടെ പേരെടുത്ത് ചോദിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മൾ ഈ സാമ്പിൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കാരണം ഏതൊരു സാധാരണക്കാരനും സ്ത്രീ പുരുഷമന്യേ നമുക്ക് വീട്ടമ്മമാർക്കും ആർക്കും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സ്വയം തൊഴിൽ മേഖലയായിട്ട് മാറിയിരിക്കുന്ന ഈ ഒരു ലൂസ് സെയിൽ ബിസിനസ് വ്യാപാരം എന്ന് പറയുന്നത്. ആർക്കും ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സ്വയം തൊഴിൽ മേഖലയാണ് ഈ ഒരു ഹോൾസെയിൽ ലൂസ് സെയിൽ ബിസിനസ് വ്യാപാരം. പക്ഷെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അത് അറിഞ്ഞിരിക്കുക തന്നെ വേണം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു സാമ്പിൾ പാക്കറ്റ് ഒന്ന് തുറന്നു നോക്കാം. എത്രത്തോളം ക്വാളിറ്റി കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്നുള്ളതൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ അവര് നമുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം തന്നപ്പോഴത്തേക്ക് നല്ല മഴയുള്ള ഒരു സമയത്താണ് കൊണ്ടുവന്നത്. കാരണം 2-3 ദിവസമായിട്ട് ഒരു രക്ഷയിലായിരുന്നു, അത്ര മഴയായിരുന്നു. കാരണം സെയില് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പൊ തേയില ബിസിനസ്സിലേക്ക് ഇറങ്ങി വന്നേക്കുന്ന ആൾക്കാർക്കും ഈ തേയില ബിസിനസ് എന്നല്ല ഏതൊരു ബിസിനസ്സിലാണെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മഴ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഈർപ്പം പാടില്ല എന്നുള്ളതാണ് തേയിലയിൽ, അല്ലെ? ഈർപ്പം അടിക്കാനൊന്നും പാടില്ലാത്തൊരു സംഭവമാണ് ഈ ലൂസ് തേയിലൊക്കെ വേണം. കാരണം അതിന് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടും നല്ല ഹോട്ട് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വേണം നമ്മൾ ഈ ഒരു തേയിലയൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട്. അല്ലാതെ വെറുതെ അലക്ഷ്യമായിട്ടൊക്കെ നമ്മൾ വെറുതെ തുറന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പച്ച ചൊവ, മഴക്കാലവും കൂടെ ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. പച്ച ചൊവയൊക്കെ വന്നു കഴിഞ്ഞാൽ തേയിലയുടെ ആ ഒരു ക്വാളിറ്റിയിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പൊ അതുണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ മെയിനായിട്ടും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, തേയില നന്നായിട്ട് സൂക്ഷിക്കാനായിട്ട്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സാമ്പിൾ പാക്കറ്റുകൾ. ഇതാണ് ഒരുപാട് സാമ്പിൾസ് അവള് തന്നിട്ടുണ്ട്. ഇത് കണ്ട കുറെ ഉണ്ട് കേട്ടോ, ഒരുപാട് പാക്കറ്റുകളുണ്ട്. ചെറിയൊരു ഈർപ്പം അടിച്ചിട്ടുണ്ട്, പൂപ്പലിന്റെ ഒരു ഇത്. കാരണം എന്താണെന്നറിയാമോ? ഇത് കണ്ട സാമ്പിൾ പാക്കറ്റ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് കൊണ്ടുവന്ന് തന്നപ്പോ നല്ല മഴയുള്ള സമയത്താണ് ഞാൻ ഈ ഒരു സാമ്പിൾ മേടിക്കുന്നത്. ഇതാണ് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ല, തേയില നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. ഏതൊരു ബ്രാൻഡിലുള്ള തേയില എടുത്താലും നിങ്ങൾ വളരെയധികം സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ വരുന്ന ഈ ഒരു പ്രശ്നം ഒരു പക്ഷെ ഇതിപ്പോ ഈ ഒരു ക്വാളിറ്റി ഒക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലുള്ള സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ അത്രയും രൂപ കൊടുത്ത് നിങ്ങൾ തേയിലയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്, അല്ലെ? അപ്പൊ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ പരമാവധി നിങ്ങൾ നോക്കുക എന്നുള്ള. അപ്പൊ ഇത് അട്ടിക്കുന്ന എന്ന് പറഞ്ഞ, അപ്പൊ നെല്ലിയാലം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അതിന്റെ RD ഗ്രേഡിലുള്ള സാമ്പിൾ തന്നിട്ടുണ്ട് അവര്. നെല്ലിയാലം RD ആണ് കേട്ടോ, നെല്ലിയാലം RD. മാസ്കോയുടെ SRD ഗ്രേഡിൽ വരുന്ന സാമ്പിള്, മാസ്കോ തേയിലയുടെ SRD ഗ്രേഡ് ആണ് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. നമ്മൾ ഗുഡ്റെയിലിനെ കുറിച്ചിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഗുഡ്റെയിലാണ് കേട്ടോ, ഗുഡ്റെയിലിന്റെ RD ഗ്രേഡിൽ വരുന്നതാണ്. അതെ, ഗുഡ്റെയിലിന്റെ SRD. അപ്പൊ ഇതിനകത്തുണ്ടല്ലോ ഈ ഒരു കവറിന്റെ പുറമെ ചെറിയൊരു പൂപ്പല് പോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയുള്ള സമയത്താണ് ഇവർ ഇത് കൊണ്ടുവന്ന് നമുക്ക് ഈ ഒരു സാമ്പിൾ പാക്കറ്റ് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം ഞാൻ വെറുതെ എടുത്ത് ഞാൻ അതിന്റെ വണ്ടിയുടെ സൈഡിൽ എടുത്ത് വെക്കുക ചെയ്തത്. കാരണം അന്ന് റൂട്ടിൽ സപ്ലൈ ഉള്ള ദിവസമായത് കാരണം ഞാൻ എടുത്ത് സൂക്ഷിച്ചൊന്നും വെക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ വണ്ടിയുടെ സൈഡിൽ നമ്മുടെ ബൊലേറോയില് നമ്മുടെ സൈഡിലായിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നു. പക്ഷെ ഈർപ്പം അടിച്ചു. ഈ ഒരു ഈർപ്പം ഇരുന്നപ്പോഴത്തേക്ക് സംഭവിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുറമെ ഇതിന്റെ ഈ സാമ്പിൾ പാക്കറ്റിന്റെ പുറമെ പൂപ്പല് വന്നിട്ടുണ്ടെന്നുള്ളത് കണ്ട.
ഈ ഒരു കളറിന്റെ വ്യത്യാസം കണ്ട, പൂപ്പലൊന്നൊക്കെ കണ്ട. അപ്പൊ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് കളയാനേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് ഒന്ന് നോക്കാം, നമുക്ക് അകത്ത് കുഴപ്പമുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഈ ഒരു സാമ്പിളിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഇപ്പൊ നോക്കാം. അപ്പൊ ഒരുപാട് ബ്രാൻഡ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് ഗുഡ്രൈലിന്റെ RD ഗ്രേഡ്, നമുക്കൊന്ന് നോക്കാം RD എങ്ങനെയുണ്ട്. ചെറിയൊരു പൂപ്പല് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പൂപ്പല് വന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം, നല്ല മഴയുള്ള സമയത്ത് ഞാനിത് സൂക്ഷിക്കാതെ എടുത്തു വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും സാമ്പിൾസിനകത്ത് പൂപ്പല് വന്നത് എന്ന് പറയുന്നത്. കാരണം ഇതിപ്പോ നമുക്ക് ക്വാളിറ്റി ബ്രാൻഡുകളൊക്കെ നമുക്ക് അറിയാനായിട്ടാണ് നമുക്ക് ഈ ഒരു സാമ്പിൾ കിട്ടിയതെങ്കിലും നമുക്ക് ഇത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാമോ നിങ്ങൾ? എപ്പോഴും നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് ഇതുപോലുള്ള തേയില സൂക്ഷിക്കുമ്പോൾ വളരെയധികം നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു ചെറിയൊരു പാകപ്പിഴയുടെ പുറത്ത് സംഭവിക്കുന്നതാണ് ചിലപ്പോൾ ഇത്രയും തേയിലകളൊക്കെ ഇരിക്കും നമുക്ക് ഒരു പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ ചില പാക്കറ്റുകളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ലത് കാണും ഇതിനകത്ത്, ചിലതിനകത്ത് എന്ന് പറഞ്ഞാൽ പൂപ്പല് പോലെ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ ഓപ്പൺ ചെയ്ത് കാണിച്ച പോലെ പൂപ്പല് പോലെ അനുഭവപ്പെടും. അപ്പൊ ഇത് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഏതൊരു ബ്രാൻഡ് എടുക്കുമ്പോഴും നമ്മൾ വളരെയധികം കരുതലോടുകൂടി തന്നെ സൂക്ഷിക്കാനായിട്ട് നോക്കുക എന്നുള്ളത്. കാരണം നമുക്ക് ക്വാളിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തേക്ക് വേറെ എന്തെങ്കിലും നല്ല ബ്രാൻഡ് ബ്ലെൻഡ് ചെയ്ത് ചേർത്താലും ആ ഒരു പക്ഷെ ആ ഒരു നല്ല ബ്രാൻഡ് നമ്മൾ ഒരു 10 രൂപ 20 രൂപയൊക്കെ കൂടുതൽ കൊടുത്തായിരിക്കും നല്ലൊരു ബ്രാൻഡ് വാങ്ങിയിട്ട് നമ്മൾ ആ ഒരു ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് ബ്ലെൻഡ് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ ഒരു ബ്രാൻഡിന്റെയും കൂടെ ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ബ്രാൻഡ് നമുക്ക് പൂപ്പലൊന്നും അടിക്കാതെ സൂക്ഷിക്കാനായിട്ട് നോക്കുക എന്നുള്ളത്. അപ്പൊ ഇത് അത്തിക്കുന്നയുടെ സാമ്പിൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഓണക്കാലഘട്ടത്തിൽ നമുക്ക് എടുക്കാനായിട്ട് എടുത്ത് വിൽപ്പന നടത്താനായിട്ട് പറ്റിയ ബ്രാൻഡുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഗുഡ്രൈൽ നല്ലൊരു ബ്രാൻഡാണ്, ഗുഡ്രൈൽ നമുക്ക് എടുക്കാം. ഫുൾ ബോക്സ് ആണ് ഗുഡ്രൈലൊക്കെ വരുന്നത്. അതോടൊപ്പം തന്നെ അത്തിക്കുന്ന ബോക്സ് ആണ് വരുന്നത്. അത്തിക്കുന്നയുടെ ഒക്കെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അത്തിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്ന നല്ല കടുപ്പം കിട്ടുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. അധികം വിലയും കാര്യങ്ങളൊന്നും വരില്ല. നമ്മളൊരു മയൂരയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ മയൂരയുടെ കൂടെ നമുക്ക് ഹോട്ടൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് എന്തുകൊണ്ടും അത്തിക്കുന്ന നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പൊ അടുത്ത ദിവസം തന്നെ നമുക്ക് ഒരു ഹോട്ടൽ ബ്ലെൻഡിനെ കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അത് വേറെ ബ്രാൻഡുകൾ ഇട്ടിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇത് അത്തിക്കുന്നവരുടെ RD സാമ്പിൾ വന്നിട്ടുണ്ട്. കൂടുതലും ഗുഡ്രൈല്, അത്തിക്കുന്ന, മാസ്കോ ഇതിന്റെയൊക്കെ സാമ്പിൾസ് ആണ് അവർ തന്നേക്കണത് കേട്ടോ. അപ്പൊ അത് SRD, RD, SFD അങ്ങനെ തന്നിട്ടുണ്ട്. ഇതിപ്പോ മയൂരയുടെ SFD തന്നിട്ടുണ്ട്. ഇവര് മയൂരയുടെ SFD ഇത് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓണത്തിന് മുമ്പായിട്ട് നമുക്ക് സാധനം സ്റ്റോക്ക് ചെയ്യാനായിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇപ്പൊ തന്നിരിക്കുന്നത്. ഇത് കണ്ട മയൂരയുടെ SFD സാമ്പിൾസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. മയൂരയുടെ SFDയുടെ സാമ്പിൾ. ഇത് മയൂരയുടെ സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. ഇത് മയൂരയുടെ SRDയുടെ സാമ്പിൾ ആണോ? മയൂര SRD സാമ്പിൾ ആണിത്. ഓ, അപ്പൊ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നത്. കാരണം ഹോട്ടൽ ബ്ലെൻഡ് നമ്മൾ ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും പ്രയോജനപ്പെടുന്നത്, നല്ല പ്രോഫിറ്റ് ലഭിക്കണമെങ്കിൽ ഇതുപോലുള്ള ഒരു ഐറ്റം നമുക്ക് അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ക്വാളിറ്റി ഒരു മോശമായിട്ട് ഒരു തേയില കംപ്ലൈന്റ് ആവുന്ന തരത്തിലേക്ക് ഇതിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ വന്നിട്ടില്ല. അത് ഏതാ ബ്രാൻഡ് എന്നുള്ളത് വെച്ചാൽ വാംടിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. തേയില ബിസിനസ്സിലേക്ക് ഇറങ്ങി വന്നേക്കണ എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് വാംടി എന്ന് പറയുന്നത്. വാംടിയുടെ SFDയുടെ സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഹോട്ടൽ ബ്ലെൻഡ് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഇതുപോലുള്ള ബ്രാൻഡുകളൊക്കെ ഇട്ട് നമ്മൾ ചെയ്തെടുക്കുവാണെങ്കിൽ, തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ ഓണത്തിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഇന്നേ ഇത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈ സാമ്പിൾസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ഇത്രയും സാമ്പിൾസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ക്വാളിറ്റി ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും സാമ്പിൾസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം എന്താണെന്ന് അറിയാമോ? ഇതിനകത്ത് നമ്മളിപ്പോ ഗുഡ്രൈലിന്റെ ഒരു ഉദാഹരണം പറയാണ്. നമ്മൾ ഗുഡ്രൈലിന്റെ ഒരു ചായ ഇട്ട് നോക്കും, SFDയുടെ ഗ്രേഡ് എടുത്തിട്ട് ഒന്ന് ചായ ഇട്ട് നോക്കും. ചായ ഇട്ട് നോക്കിയിട്ട് ഒരു കടുപ്പക്കുറവ് തോന്നി. എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗുഡ്രൈല് കടുപ്പക്കുറവ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അടുത്ത് ഞാൻ ചിലപ്പോൾ എടുക്കുന്നത് മാസ്കോ ആയിരിക്കും. മാസ്കോയുടെ ചായ ഒന്ന് സാമ്പിൾ ഒന്ന് ചായ ഇട്ട് നോക്കും. ചായ ഇട്ട് നോക്കിയിട്ട് അതും ഒന്ന് കുടിച്ചു നോക്കും. അപ്പൊ ഇത് രണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. മാസ്കോയിൽ എനിക്ക് ആ കടുപ്പം കുറവായിട്ടൊന്നും തോന്നുന്നില്ല. ചായക്ക് ഇച്ചിരിയും കൂടെ ഗുഡ്രൈലിനേക്കാളും ഇച്ചിരി കൂടെ ക്വാളിറ്റി. ഇതൊരു ഉദാഹരണമാണ്. ഗുഡ്രൈൽ കംപ്ലൈന്റ് അല്ല, ഗുഡ്രൈൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു തേയില തന്നെയാണ്.
അപ്പൊ ഞാൻ ഓർക്കാണ് മാസ്കോ ഉള്ളതല്ലോ, ഗുഡ്നൈലിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട് മാസ്കോക്ക്. അപ്പൊ അത് മാസ്കോക്ക് ഒരു 10 ഓർഡർ കൊടുക്കാന്നുള്ളത്. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ ഓണത്തിലേക്കുള്ള സെയിൽ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുമ്പോൾ മാസ്കോക്ക് ഞാൻ ഒരു 10 കൊടുക്കുകയാണ്. ഗുഡ്നൈൽ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മാസ്കോ കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് ഈ സാമ്പിൾസിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് അത്തിക്കുന്ന് ഉണ്ട്, മോങ്ക്ലാർ ഉണ്ട് കേട്ടോ. പരിചയപ്പെടുന്നത് മോങ്ക്ലാർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഹോട്ടൽ ബ്ലെൻഡിൽ ഇപ്പൊ മയൂര, അതോടൊപ്പം തന്നെ ടാറ്റാക്കാരുടെ മലക്കിപ്പാറ, ഉരുളിക്കല്, പന്നിമേട്, ഗ്ലെല്ലോർണ ഇതുപോലുള്ള ബ്രാൻഡുകളിലേക്ക് കൂടാതെ നമുക്ക്. അപ്പൊ ഇത് രണ്ടും മയൂര നമ്മുടെ ടോപ്പ് നിൽക്കുകയാണ്. അതിന്റെ തൊട്ട് മീഡിയം കുറച്ചും കൂടെ റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ടാറ്റാക്കാരുടെ തേയില വരുന്നത്, ആവറേജ് തേയില. അപ്പൊ ആ ഒരു തേയിലയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് നമുക്ക് റേറ്റ് കുറച്ച് കുറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ്, ഒരു കിലോയിൽ നമുക്കൊരു 70-80 രൂപ വരെ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ബ്രാൻഡും കൂടെ അതിന്റെ കൂടെ ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ വാംടിയും, മോങ്ക്ലാർ, വുഡ് ബ്രിഡ്ജ്, പിന്നെ ദേവർ ഷോള, പെരിയ പീക്ക് ഇതുപോലുള്ള ബ്രാൻഡുകളൊക്കെ നമ്മൾ ചേർത്ത് വിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയിലയ്ക്ക് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വരികയുമില്ല, എന്നാലൊട്ട് നല്ല ക്വാളിറ്റി ലഭിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി എടുക്കാനും അതിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് വരുമാനം നേടിയെടുക്കാനായിട്ട് സാധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇങ്ങനെയുള്ള ടോപ്പ് ബ്രാൻഡുകൾ ഇപ്പൊ വാംടി ഉണ്ട്, അതോടൊപ്പം തന്നെ മോങ്ക്ലാറും ഉണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ വില കുറഞ്ഞു നിൽക്കുന്ന, നമുക്ക് അത്യാവശ്യം ഇതിന്റെ പോലെയുള്ള ഈ ഹോട്ടൽ ബ്ലെൻഡിന് കൂടെ നമുക്ക് ചേർത്തുകൊണ്ട് നമുക്ക് നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ നമുക്ക് തയ്യാറാക്കി എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ബ്രാൻഡുകളാണ്. അതിനോടനുബന്ധിച്ച് നിങ്ങൾ തേയില എടുക്കാനായിട്ട് ഇനിയും കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തേയില എടുക്കാനായിട്ട് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് ഓരോ പ്രാവശ്യവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മയൂരയ്ക്ക് 4 രൂപ 5 രൂപ വരെയും കഴിഞ്ഞ ആഴ്ചയിലേക്കാളും ഓപ്ഷനിൽ ഈ ആഴ്ച വില കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതൊരു ബ്രാൻഡാണോ എടുത്ത് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ബ്രാൻഡിന്റെ കൂടെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്ന നല്ല യഥാർത്ഥ എസ്റ്റേറ്റ് ഉള്ളവരുടെ നല്ലൊരു തേയിലയൊക്കെ നിങ്ങൾക്ക് ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് എന്നോട് കമന്റ് ആയിട്ടൊക്കെ ചോദിക്കാം. തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. ഒരു പക്ഷെ നിങ്ങളിപ്പോ ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നാട്, ഇപ്പൊ ഞാനിപ്പോ ആലപ്പുഴയിലോ എറണാകുളത്തോ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷെ നിങ്ങള് ചിലപ്പോൾ മലപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ കോഴിക്കോട്, കണ്ണൂർ ഭാഗത്ത് നിന്ന് ഒരുപാട് ആളുകൾ നമുക്ക് മെയിൽ അയക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ഈ ബ്രാൻഡ് കിട്ടുന്നത് എവിടെയാണ്, അവിടെ കിട്ടുന്ന ബ്രാൻഡിൽ ഞാൻ അത് എടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ, നത്തിക്കുന്ന ഒരു ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവര് പറയുന്നത് ആ ഒരു സുഹൃത്ത് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു കുടുംബാംഗം നമ്മളോട് പറഞ്ഞതാണ്, അത്തിക്കുന്ന എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട്. അപ്പൊ ഈ ഒരു ബ്രാൻഡിന്റെ കൂടെ ഞാൻ വാംടി ചേർത്തുകൊണ്ട്, വയനാടാണ്, അപ്പൊ കണ്ണൂരിൽ നിന്ന് പുള്ളിക്കാരൻ വയനാട് പോയി എടുത്തോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. വയനാട് പോയി എടുത്തിട്ട് വാംടിയും കൂടെ ചേർത്തിട്ട് ഞാനത് ബ്ലെൻഡ് രീതിയിലാക്കിയിട്ട് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അത്തിക്കുന്ന എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മീഡിയം റേഞ്ചിൽ നമുക്ക് നിർത്താനായിട്ട് സാധിക്കുള്ളൂ. മയൂര, സൂര്യനെല്ലി, AVT പോലുള്ള അത്രയും ടോപ്പ്, വാട്ടർഫോള് എന്നൊക്കെ പറഞ്ഞ പോലെ അത്രയും ടോപ്പായിട്ട് നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ അത്തിക്കുന്ന മാത്രം എടുത്തുകൊണ്ട് ചെയ്യേണ്ട, അതിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി കിട്ടുന്ന ഒരു ബ്രാൻഡിന്റെ കൂടെ അതിന്റെ കൂടെ ഈ അത്തിക്കുന്നയും ഈ ഒരു വാംടിയും കൂടെ ചേർത്തിട്ട് നിങ്ങൾ ബ്ലെൻഡ് ചെയ്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് നോക്കണമായിരിക്കും നല്ലതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പറയുമ്പോ ആ ഏരിയയിൽ. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ ഇഞ്ചിപ്പാറ എന്ന് പറഞ്ഞൊരു ബ്രാൻഡേ ഉള്ളൂ, മയൂര ഇല്ല, സൂര്യനെല്ലി ഇല്ല, AVT ഇല്ല. ഞാൻ പറഞ്ഞു ശരി, ഇഞ്ചിപ്പാറ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്, കാരണം വെച്ചാൽ ഇഞ്ചിപ്പാറ ടോപ്പ് ബ്രാൻഡാണ്. അപ്പൊ ഇദ്ദേഹത്തിന് അത് അറിഞ്ഞുകൂടാ, ഞാനത് പറഞ്ഞിട്ടില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ വീഡിയോയിലൂടെ പറയാത്തത്. അപ്പൊ നിങ്ങൾക്ക് അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ചോദിക്കുക. കാരണം ഇഞ്ചിപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ബ്രാൻഡിൽ പെടുന്ന ഒരു ബ്രാൻഡാണ് ഇഞ്ചിപ്പാറ എന്ന് പറയുന്നത്. കണ്ണൂർ ആ സൈഡില് ഒരു ഹോൾസെയിൽ ഷോപ്പില് ഈ ഒരു ഇഞ്ചിപ്പാറ ഉണ്ട്. അപ്പൊ ഇഞ്ചിപ്പാറ കൊള്ളില്ല എന്ന് ഓർത്തിട്ട്, ഇഞ്ചിപ്പാറയുടെ ക്വാളിറ്റി ഇല്ല എന്ന് ഓർത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാംടിയും വയനാട് പോയിട്ട് വാംടി എടുക്കാം, അതോടൊപ്പം തന്നെ അവിടെ ഒരു ഷോപ്പിൽ നിന്നുള്ള അത്തിക്കുന്ന എന്ന് പറഞ്ഞ ബ്രാൻഡ് കണ്ട് പരിചയമുണ്ട്. അപ്പൊ അതും ഈ വാംടിയും കൂടെ ഇട്ടിട്ട് ഞാൻ ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി എടുക്കട്ടെ എന്നുള്ളത്. അപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല, ഞാൻ പറഞ്ഞു കൊടുത്ത് ഇഞ്ചിപ്പാറ ഉള്ളതുകൊണ്ട് ഇഞ്ചിപ്പാറ എടുക്കാന്നുള്ളത്. നേരത്തെ ടൈഫോയിഡ് എന്ന് പറഞ്ഞ ബ്രാൻഡൊക്കെ ഉണ്ടായിരുന്നു, ടൈഫോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി കിട്ടുന്ന കായംകുളം സൈഡ്, ഹരിപ്പാട്, കായംകുളം, കൊല്ലം സൈഡിലേക്കൊക്കെ ചെല്ലുകയാണെങ്കിൽ ടൈഫോയിഡ് ആണ് കൂടുതലും ആ ഭാഗത്തൊക്കെ കിട്ടുന്നത്. കൊല്ലം ചാമക്കട ഭാഗത്ത് ഹോൾസെയിൽ ഷോപ്പുകൾ, ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ പറയേണ്ടതാണ്, വിൽപ്പന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഈ ഒരു ലൂസ് തേയില വേണ്ടത് എന്നുള്ളത്. ഞാൻ ഇത് 5 കിലോ എടുത്താലും 10 കിലോ, അപ്പൊ
സഹോദരിമാരൊക്കെ 5 കിലോ തേയില എടുത്തിട്ട് ചെറിയൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ആരംഭിച്ചിട്ട് അവര് ഹോൾസെയിൽ കടയിൽ പോയിട്ട് ചോദിക്കും, എനിക്കൊരു 5 കിലോ തേയില വേണം, എത്ര രൂപയ്ക്ക് തരുമെന്ന് ചോദിക്കും. അപ്പൊ ഇവര് ഓർക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വല്ല കല്യാണ ഫംഗ്ഷനോ അല്ലെങ്കിൽ കല്യാണ പാർട്ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാറ്ററിംഗ് ആവശ്യങ്ങൾക്കോ സംബന്ധിച്ച് എന്തെങ്കിലും അത്യാവശ്യത്തിനുള്ള തേയില ആയിരിക്കും. ഒരു പ്രാവശ്യം വാങ്ങിക്കും, പിന്നെ ഇനി ഇവര് വാങ്ങിക്കുന്നില്ലല്ലോ എന്നുള്ളതിൽ ഹോൾസെയിൽ വിലയിൽ അല്ല വരുന്നത്, റീറ്റെയിൽ സെയിൽ. അതായത് റീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വിൽപ്പന നമ്മൾ സാധാരണ കടയിൽ ചെന്നിട്ട് തേയില മേടിക്കുമ്പോഴത്തെ 1 കിലോക്ക് നമുക്ക് തന്നത് പോലത്തെ ആ ഒരു വിലക്കായിരിക്കും തന്നത്. പക്ഷെ ഇത് വിൽപ്പന ആവശ്യത്തിനാണെന്നുള്ളത് അവരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ 220 രൂപ, അതായത് 190 രൂപയ്ക്ക് തരേണ്ടതൊക്കെ ചിലപ്പോൾ 220 രൂപയ്ക്ക് 30 രൂപയൊക്കെ കയറ്റി വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാവാതിരിക്കാനായിട്ട് ആദ്യമേ കൂട്ടി പറയാ, എനിക്കിത് വിൽപ്പന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു തേയില എടുക്കുന്നത്, അല്ലാതെ എനിക്കിത് വേറെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല, എന്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, എനിക്കിത് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിക്കുവാണെങ്കിൽ എനിക്ക് കൂടുതൽ സെയിൽ നടന്നതിന് ശേഷം എനിക്കിത് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂട്ടി എടുക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നതെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹോൾസെയിൽ കടക്കാരന് നിങ്ങളോട് അമിതമായിട്ട് വില കൂട്ടി വെക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരു ഹോൾസെയിൽ കടയിലല്ല എല്ലാ ആൾക്കാരും മേടിക്കുന്നത്, ഒരുപാട് ഹോൾസെയിൽ കടകളുണ്ട്. ഈ തേയില ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം ആയതുകൊണ്ടല്ല, ഒരാൾ 5 രൂപ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ 5 രൂപ കുറച്ച് നിങ്ങൾക്ക് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നിട്ട് ഇറങ്ങി വരുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ആർക്കും നിങ്ങളുടെ അടുത്ത് കയറിയിട്ട് 5 രൂപ കൂടുതലാണ്, അതിൽ കുറച്ച് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് തറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ അത് കേട്ടോണ്ട് തേയില പോയി വാങ്ങിച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് വിൽപ്പന നടത്താനായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നിങ്ങളുടെ പൈസയാണ് പോകുന്നത്. അപ്പൊ അത് പോകാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്ന് വെച്ചാൽ അവര് പറയുന്ന വിലയല്ല, നമുക്കിത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള വിലയ്ക്ക് നമ്മൾ ഇത് വാങ്ങിക്കാനായിട്ട് നോക്കുക. അപ്പൊ ഇതുപോലുള്ള സാമ്പിൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നിപ്പോ കിട്ടിയ സാമ്പിൾ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇതിൽ നിന്നും നിങ്ങളും ഈ മാസ്കോ എന്ന് പറഞ്ഞ തേയില നമുക്കൊന്ന് സാമ്പിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഇതൊന്ന് നോക്കാം, കാരണം ഇത് ഞാൻ നോക്കിയിട്ടില്ല. ഇതൊന്ന് നോക്കിയിട്ട് ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 10 എണ്ണം നമുക്ക് ഓർഡർ കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഈ ഓണത്തിന് നമുക്ക് ഈ ഒരു ബ്രാൻഡും കൂടെ നമുക്ക് ഹോട്ടൽ ബ്ലെൻഡ് രീതിയിൽ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പൊ മഴയുടെ ഈ ഒരു സീസൺ മഴക്കാലം ആയതുകൊണ്ടാണ് അധികം ഹോട്ടൽ ബ്ലെൻഡിലേക്ക് ഞാനിപ്പോ കടന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഹോട്ടൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 100 കിലോ 200 കിലോ ഒക്കെ ആയിരിക്കും നമുക്ക് ഓർഡർ കിട്ടുന്നത്. നമ്മുടെ ക്വാളിറ്റി നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്ന ക്വാളിറ്റി നമ്പർ 1 ആണെങ്കിൽ നമുക്ക് 200 കിലോക്ക് മുകളിലൊക്കെ ഹോട്ടൽ ബ്ലെൻഡ് കിട്ടും. അത് മാസമൊക്കെ ചിലപ്പോൾ നമുക്ക് 200 കിലോ കിട്ടും. ആ ഒരു ഓർഡർ മാത്രം മതിയാവും ഒരു പക്ഷെ നമുക്ക് നല്ലൊരു വരുമാനം ആയിരിക്കും അതിൽ നിന്ന് ഒരു മാസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധില്ല. ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു ദിവസം കൊണ്ടല്ല, സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓരോന്നും നമ്മൾ അറിഞ്ഞ് പയ്യെ ഓരോ ബ്രാൻഡുകൾ പഠിച്ച് ഓരോ ഗ്രേഡുകൾ പഠിച്ച് ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ പഠിച്ച് ഇനി ആളുകളോട് സംസാരിക്കേണ്ടത് ആളുകളോട് ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ മുന്നിട്ട് ഇറങ്ങി വരാനായിട്ട്. അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന വീട്ടമ്മമാർക്കും യുവാക്കൾക്കും നല്ലൊരു ബിസിനസ് ജോലി വരുമാന മാർഗമാണ് ഈ ഒരു ഹോൾസെയിൽ ലൂസ് സെയിൽ ബിസിനസ് വ്യാപാരം എന്ന് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ ഓണക്കാലഘട്ടമൊക്കെയാണ് വരുന്നത്. നിങ്ങൾ നല്ല ബ്രാൻഡുകളൊക്കെ എടുത്ത് നിങ്ങൾ വിൽപ്പന നടത്താനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.